വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര്. കേരളത്തിന്റെ സ്വന്തം ഇ-കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ്, ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും. ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു. തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൗണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, റിംഗ് റോഡ്, തിരൂർ. കേരളാസ് ബെസ്റ്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ എനിക്ക് മുമ്പ് ഇവിടെ ഒരു പ്രഭാഷണം നിർവഹിച്ച നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട വെട്ടമാലിക്കോയ സാഹിബ്, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട റിയാസും വസീമും ഷാഫിയും ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാലക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് ഇങ്ങനെ ഉജ്ജ്വലമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. മാലിക്കോയ സാഹിബ് നിങ്ങൾക്ക് A+ നൽകി. ആ A+ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാനും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ തലക്കാട് മാത്രമല്ല, തിരുനാവായയിലും വളവന്നൂരുമൊക്കെ സമ്മേളനങ്ങൾ നടക്കുന്നു. ഈ സമ്മേളനത്തിന് ശേഷം അവിടെയും എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ദീർഘനേരമുള്ളൊരു പ്രസംഗം നടത്തണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ സാദിഖലി സാഹിബിൻ്റെ നാമധേയത്തിലാണ് ഈ നഗരി ഇവിടെ പടുത്തുയർത്തിയത് എന്നത് ഇതിൻ്റെ സംഘാടകർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. സാദിഖലി സാഹിബിൻ്റെ നാട്ടിൽ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഏറെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിരുന്നു ഈ സാദിഖലി സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് നമ്മോട് വേർപെട്ട ദിവസമാണ്. 1983 സെപ്റ്റംബർ മാസം 28-ാം തീയതി. കേവലം 56 വയസ്സ് വരെ മാത്രമാണ് CH ജീവിച്ചത്. 42 കൊല്ലമായി CH വിട പറഞ്ഞത്. ഞങ്ങൾ യൂത്ത് ലീഗുകാർ CH കണ്ടിട്ടില്ല. CH പ്രസംഗം പോലും വളരെ കുറഞ്ഞ ശബ്ദം, ചില ശകലങ്ങൾ അന്ന് ആരോ റെക്കോർഡ് ചെയ്തത് നമ്മൾ കേട്ടു എന്നല്ലാതെ CH ഒരു മുഴുനീള പ്രസംഗം പോലും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ CH നമ്മൾ ഇപ്പോഴും ഓർക്കുകയാണ്, CH അനുസ്മരിക്കുകയാണ്, CH വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരാന്റെ വെള്ളംകോടികളും വിറകെട്ടികളുമായ ഒരു സമുദായത്തെ നെഞ്ചു നിവർത്തി നിൽക്കാൻ, തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കിയ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് CH മുഹമ്മദ് കോയ എന്ന അഭിമാനത്തോടു കൂടി ലീഗുകാർക്ക് പറയാൻ സാധിക്കും.
CH ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നീ കാണുന്നത് പോലെയുള്ള ഒരു പ്രൗഢിയുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. CH പ്രതീക്ഷകൾ പറഞ്ഞു കൊടുത്തു ഒരു സമുദായത്തിനായി. നിങ്ങൾ ആരാന്റെ വെള്ളം കോരികളും മരകൊട്ടികളും ആകരുത് എന്നാണ് CH പറഞ്ഞത്. താജ്മഹലിനേക്കാൾ സുന്ദരമായ, കുത്തബ് മിനാറിനേക്കാൾ ഔന്നത്യമുള്ള, ചെങ്കോട്ടയേക്കാൾ സുഭദ്രമായ ഒരു സമുദായമാണ് എന്റെ സമുദായമെന്ന് ഈ സമുദായത്തെ നോക്കി CH വിളിച്ചു പറഞ്ഞു. അവർക്ക് പ്രതീക്ഷകൾ കൊടുത്തു. MSFന്റെ ഒരു യോഗത്തിൽ വെച്ച് CH പ്രസംഗിച്ചത് ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞാൽ കന്യാകുമാരിയിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞ് സിന്ദാബാദ് ഏറ്റുവിളിക്കുന്ന ഒരു കാലം വരുമെന്ന്. ആലങ്കാരികമായ പ്രയോഗമാണ്. പക്ഷെ CH പ്രതീക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷ കൊടുത്താണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കാൻ അന്നത്തെ നേതാക്കന്മാർ കഠിനാധ്വാനം ചെയ്തു. CH പ്രസംഗിക്കുന്ന നാളുകളിൽ CH ചോദിച്ചിരുന്നു, മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്ത് കാര്യം ഉണ്ടാകും? ആ ചോദ്യം CD സാഹിബിനോട് ചോദിച്ചിട്ടുണ്ട്. മഹാനായ കായികരംഗത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷം, അവർ രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്തു നേട്ടമുണ്ടാകും? അതിന്റെ ഉത്തരം ഇക്കഴിഞ്ഞ ദിവസം പലസ്തീൻ അംബാസിഡർ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഗാസ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചു. പലസ്തീൻ അംബാസിഡർ പറഞ്ഞത്, ഞങ്ങൾ പലസ്തീനികൾക്ക്, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ഇപ്പോഴും അഭയാർത്ഥികളാണ് ഗസയിൽ. ഞാൻ അഭയാർത്ഥികളായ മാതാപിതാക്കളുടെ മക്കളാണ്. ഞങ്ങൾ പലസ്തീനികൾക്ക് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് നെഹ്റുവിനെ മറക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇന്ദിരയെ മറക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അവരോടൊപ്പം പലസ്തീനികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു മലയാളിയുണ്ട്, ഒരു കേരളക്കാരനുണ്ട്. അത് മറ്റാരുമല്ല, അത് ഈ അഹമ്മദാണെന്ന് പലസ്തീൻ അംബാസിഡർ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു. അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് പലസ്തീനിൽ ചെന്ന്, അതും എങ്ങനെയാ അഹമ്മദ് സാഹിബ് പലസ്തീനിലേക്ക് പോകുന്നത് എന്നറിയുമോ? ഇസ്രായേലിലെ ടെൽ അവീവിൽ വിമാനം ഇറങ്ങണം പലസ്തീനിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ദൂരം കിലോമീറ്ററുകളോളം കാറിൽ സഞ്ചരിക്കണം. കേന്ദ്രമന്ത്രിയായ അഹമ്മദ് സാഹിബിന് ടെൽ അവീവിൽ ഇറങ്ങി വളരെ കുറഞ്ഞ ദൂരം കൊണ്ട് റാമല്ലയിൽ എത്താം, യാസർ അറഫാത്തിനെ കാണാം. അഹമ്മദ് സാഹിബ് പറഞ്ഞില്ല, ഇസ്രായേലിൽ ഇറങ്ങുന്നില്ല, ഈജിപ്തിൽ ഇറങ്ങിയിട്ട് റഫ അതിർത്തി വഴി കിലോമീറ്ററുകൾ കാർമാർഗം സഞ്ചരിച്ച് റാമല്ലയിലെത്തി യാസർ അറഫാത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ ഐക്യരാജ്യം അറിയിക്കുക മാത്രമല്ല, മില്യൺ കണക്കിന് ഡോളറുകൾ, മരുന്നുകൾ, ആംബുലൻസുകൾ പലസ്തീനിൽ കൈമാറിയ നേതാവിന്റെ പേരാണ് ഈ അഹമ്മദ് എന്ന് ഇന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് മാത്രമല്ല, രാജ്യാതിർത്തി കടന്ന് ആരൊക്കെയാണോ മർദ്ദിക്കപ്പെടുന്നത്, ആരൊക്കെയാണോ പീഡിപ്പിക്കപ്പെടുന്നത്, അവർക്കൊരു രാജ്യത്തിന്റെ സഹായം കൈമാറാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാറ്റിയെടുക്കാൻ ഈ 7 പതിറ്റാണ്ടിനിടയിൽ ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാജ്യത്തിനകത്ത് നിങ്ങൾ നോക്കൂ, ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരു സഭകളിലുമായി 5 എംപിമാരുണ്ട് മുസ്ലിം ലീഗിന്. ഒരു കാലത്ത് ആലോചിക്കാൻ സാധിക്കായിരുന്നു, ഈ 5 എംപിമാർ എവിടെ നിന്നാണോ ജയിച്ചു പോയത്, ഏത് സ്റ്റേറ്റിനെയാണോ അവർ റെപ്രസെന്റ് ചെയ്യുന്നത്, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഇന്ത്യയുടെ പാർലമെന്റിൽ അവർ സംസാരിക്കുന്നത്? ലോക്സഭയിലാവട്ടെ രാജ്യസഭയിലാകട്ടെ, ഈ മലപ്പുറത്തെയും പൊന്നാനിയെയും വോട്ടർമാർ ജയിപ്പിച്ചയച്ച എംപിമാർ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വേണ്ടി മാത്രമാണോ അവർ സംസാരിക്കുന്നത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ഈ രാജ്യത്തെ ആദിവാസിക്ക്, ഈ രാജ്യത്തെ ദളിതന്, ഈ രാജ്യത്തെ പിന്നാക്കക്കാരന്, അവർക്കെല്ലാം വേണ്ടി ശബ്ദിക്കാൻ ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യതലസ്ഥാനത്തുണ്ട്, ഇന്ത്യയുടെ പാർലമെന്റിലെ ഇരു സഭകളിലുമുണ്ട്. രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി കൂടി നടന്ന് നരേന്ദ്രമോദിക്കെതിരായി, BJP ഭരണകൂടത്തിനെതിരായി വോട്ട് ചോരി വിഷയമടക്കം പുറത്തു കൊണ്ടുവന്ന് ഭരണകൂടത്തിനെതിരെ പടവെറുമ്പോ സംശയലേശമന്യേ
രാഹുൽ ഗാന്ധിയോടൊപ്പം നിലയുറപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. ഒരു കാലത്തും അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പക്ഷെ അന്നും ഇന്നും ലീഗ് പറഞ്ഞത് കോൺഗ്രസിന് ബദലായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല. മതേതരപക്ഷത്ത് കോൺഗ്രസ് തകർന്നാൽ അവിടെ ജയിക്കാൻ പോകുന്നത്, അവിടെ അധികാര കസേരയിലേക്ക് കടന്നു വരാൻ പോകുന്നത് നരേന്ദ്രമോദിയോ RSSോ BJPയോ ആയിരിക്കും. ലീഗ് അന്ന് പറഞ്ഞപ്പോ ലീഗിനെ പരിഹസിച്ച ആളുകളുണ്ട്. അവർക്ക് പോലും ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയിൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കേരള ഘടകത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പോലും നിൽക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ഇന്ന് ദേശീയ രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗ് ചെറിയ പാർട്ടിയാണെങ്കിലും നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നീതിന്യായ സംവിധാനത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി, ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ട്. മോദിക്കെതിരെയുണ്ട്, RSSനെതിരെയുണ്ട്, BJPക്കെതിരെയുണ്ട്, സംഘപരിവാരങ്ങൾക്കെതിരെയുണ്ട്. നിലപാടിൽ വെള്ളം ചേർത്തില്ല ഇന്ത്യൻ മുസ്ലിം ലീഗ്. ഇനി കേരളത്തിനകത്തേക്ക് വന്ന് നോക്കിയാലോ? കേരളത്തിനകത്ത് നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുന്നില്ലേ? മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ ഓർക്കുന്ന ഈ ദിവസം ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, അവർക്കുള്ള സംവരണങ്ങൾ എങ്ങനെ നമുക്ക് കിട്ടിയത്? CH നിയമസഭയിലെ പ്രസംഗമാണ്, നിയമസഭയിലെ പോരാട്ടമാണ്. CH ഒരിക്കൽ പ്രസംഗിച്ചു, സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സംവരണമുണ്ട്. അന്ന് പിന്നാക്ക സമുദായത്തിൽ എല്ലാവർക്കും കൂടി ഒറ്റ സംവരണം. CH പറഞ്ഞു, കുറുക്കൻ കൊച്ചിയെ സൽക്കരിച്ചൊരു കഥയുണ്ട്. കുറുക്കൻ കൊച്ചിയെ സൽക്കരിച്ചത് വെള്ളം കൊടുത്തു ഒരു പരന്ന പാത്രത്തില്. എന്നിട്ട് കൊച്ചിയോട് കുടിക്കാൻ പറഞ്ഞു. കുട്ടിയെ കുടിക്കാൻ കഴിയുന്നില്ല. വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്. സൽക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ സൽക്കാരുണ്ട്. എന്നാൽ കൊച്ചിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടോ? വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അതേ അവസ്ഥയിലാണ് മുസ്ലിങ്ങൾക്ക്. കേരളത്തിൽ സംവരണമുണ്ടോ? പിന്നാക്കക്കാരന് ഉണ്ട്, സംവരണമുണ്ട്. അതിനകത്ത് മുസ്ലിങ്ങളുണ്ടോ? മുസ്ലിങ്ങളുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടുന്നുണ്ടോ? സംവരണം കിട്ടുന്നില്ല. സംവരണം കിട്ടണമെങ്കിൽ എന്ത് വേണം? റൊട്ടേഷൻ വേണം. ഓരോ സമുദായത്തിന് പ്രത്യേകം പ്രത്യേകം വേർതിരിവ് വേണം. അങ്ങനെയാണ് റൊട്ടേഷൻ സമ്പ്രദായം ഈ നാട്ടിൽ നടപ്പിലാക്കിയത്. ഓരോ സമുദായത്തിനും കൃത്യമായി സംവരണം ഏർപ്പെടുത്തി ആ സമുദായത്തിന്റെ അവകാശങ്ങൾ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഒരു നിയമമായി വരുന്നത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസംഗമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് MBBSന്റെ അലോട്ട്മെന്റ് കഴിഞ്ഞത്. ഈ നാട്ടിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞു. നരേന്ദ്രമോദിയും BJPയും RSSും ഈ രാജ്യത്തെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നത് കേരളത്തിലെ CPMന്റെ ഈ സാമ്പത്തിക സംവരണം കണ്ടിട്ടാണ്. കേരളത്തിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിട്ട് അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ RSSനെ വെല്ലുവിളിക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി ഇതുപോലെ സാമ്പത്തിക സംവരണം, മുന്നോക്ക സംവരണം, സവർണ സംവരണം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അന്ന് വെല്ലുവിളിച്ചു കോടിയേരി ബാലകൃഷ്ണൻ. ആരോടാ വെല്ലുവിളിക്കുന്നത്? ഇതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പാർട്ടിയോ ഒരു സംഘടനയോ RSS ഏറ്റെടുത്തു. രാജ്യവ്യാപകമായി സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിലാണ്. MBBSന്റെ അലോട്ട്മെന്റ് വന്നപ്പോ മുസ്ലിങ്ങൾക്ക് എത്രയാണ് റിസർവേഷൻ? 917 അവസാനത്തെ റിസർവേഷൻ. 918 റാങ്ക് ഉള്ളവന് MBBS മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഇല്ല. 918 ഇല്ല, 919 ഇല്ല, 920 ഇല്ല. 917 കഴിഞ്ഞപ്പോ അവന്റെ അലോട്ട്മെന്റ് നിന്നു. എന്നാൽ സവർണ സമുദായത്തിന്, മുന്നോക്ക സമുദായത്തിന് സാമ്പത്തികമായി പിന്നാക്കമാണ് എന്ന കള്ളക്കണക്ക് പറഞ്ഞിട്ട് ഒരു സംവരണം നടപ്പിലാക്കിയപ്പോ 2600 റാങ്ക് കിട്ടിയ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ MBBSന് സംവരണം. ഒരക്ഷരം ഉണ്ടെന്നില്ല. ഒരക്ഷരം ലീഗല്ലാതെ ഇതിൽ തോന്നില്ല, ആരുമില്ല. ഈ സാമ്പത്തിക സംവരണത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ വോട്ട് രേഖപ്പെടുത്തിയ 2 രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ മുസ്ലിം ലീഗ്. ഇത്ര ദളിത് സമുദായ സംഘടനകളുണ്ട്, എത്ര ആദിവാസികളുടെ സംഘടനയുണ്ട്, അവരുടെ വോട്ട് വാങ്ങിപ്പോയവർ എത്രയുണ്ട്. കേരളത്തിൽ പിന്നാക്കക്കാരന്റെ സംവരണം മുഴുവനും കവർന്നെടുക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കിയ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ മുസ്ലിം ലീഗ് മാത്രം. ഇനിയും ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇവിടെ ആരിഫായി പറഞ്ഞില്ലേ, ഞാൻ ദീർഘിപ്പിച്ച് പ്രസംഗിക്കില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുക.
ഈ മലപ്പുറം ജില്ലക്കെതിരായി അപരമത വിദ്വേഷം പുറപ്പെടുവിപ്പിക്കുക. ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാജ്യമാണ്, ഇവിടെ മറ്റുള്ളവർക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഇരുത്തിയിട്ട് കൂടെ കൊണ്ടുപോകുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് ആരുടെ കാരണമാണെന്ന് ആലോചിക്കണം. ഉമ്മൻചാണ്ടിന്റെ കാരണക്കാരായിരുന്നു നമുക്ക് വിചാരിക്കാം. കാരണം ഉമ്മൻചാണ്ടി കാരണനായിരിക്കുന്നത് സൈഡിലായിരിക്കും. ഒരു 5 or 6 ആൾ ഉൾപ്പെട്ട ബാക്ക് സീറ്റ് മാത്രം ഉണ്ടാവും. ഉമ്മൻചാണ്ടി ഒറ്റത്തായിരിക്കുക. ആ കാലത്ത് ആരൊക്കെയാ കയറുക, ആരൊക്കെ ഇറങ്ങി പോവുക എന്നുള്ളത് ആ മനുഷ്യരുടെ പ്രശ്നമല്ല. എന്നാൽ പിണറായി വിജയന്റെ കാലം അങ്ങനെയാണോ? ഭാര്യയും മക്കളും അല്ലാതെ മരുമകൻ PA മുഹമ്മദ് റിയാസിനെ പോലും ഇത്രയും കാലമായി പിണറായി വിജയന്റെ കാറിൽ കയറ്റിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ കാറിൽ ഇത്രയേറെ വർഗീയത പറയുന്ന, വിദ്വേഷം പറയുന്ന ഒരു വ്യക്തിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ എന്തെല്ലാം വിദ്വേഷം പറഞ്ഞാലും ശരി, നിങ്ങൾ എന്തെല്ലാം വർഗീയത പറഞ്ഞാലും ശരി, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിങ്ങൾ എന്തെല്ലാം വെറുപ്പ് ഉത്പാദിപ്പിച്ചാലും ശരി, നിങ്ങൾ ഈ കാറിൽ പോലെ ചേർത്തിരുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരുക്കമാണ് എന്നല്ലേ പിണറായി വിജയൻ കൊടുക്കുന്ന സന്ദേശം. എന്നിട്ട് ഈ കാറ് നേരെ ഇവിടെ പോയത് അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ സംഘം. അയ്യപ്പ സംഘത്തിൽ ആരുടെ ആശംസയാണ് VN വാസവൻ വളരെ ആവേശത്തോടെ വായിച്ചത്? ബുൾഡോസർ രാജ് നടപ്പിലാക്കി UP-യിലെ മുസ്ലിങ്ങളെ, അവരുടെ വീടുകളെ തകർത്ത് കളയുന്ന, അവരെ കൊല്ലാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താത്ത, വെടിവെച്ച് കൊല്ലാൻ അവിടുത്തെ ഒരു നേതാവിനെ അടക്കം വെടിവെച്ച് കൊല്ലാൻ ഞാൻ ഒരുക്കമാണെന്ന് നിയമസഭയിൽ പ്രസംഗിക്കുക മാത്രമല്ല, അവരെ വെടിവെച്ച് കൊല്ലാൻ സൗകര്യം ചെയ്തു കൊടുത്ത, ഒരുപാട് മനുഷ്യരെ ഭവനരഹിതരാക്കിയ, ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ അവരെ പിച്ച് കീറിയ ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഭയം കൊടുത്ത UP-യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ വെച്ച് വായിച്ചത്. ഇവരെന്തും ചെയ്യും പ്രിയപ്പെട്ടവർ. ഇലക്ഷനായി ഇവർ അയ്യപ്പ സംഗമവും നടത്തും. ഇനി വഴി കാണുന്ന സ്ത്രീകളും അമ്മമാരും ഉമ്മമാരും ഒക്കെ സൂക്ഷിക്കോ, ഇവർ കണ്ട കയറി കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും. എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യാൻ ഒരു ബോധ്യമില്ല. മാതാപിതാക്കളുമായി കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു. ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾക്ക് പരിഭവമില്ല. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ നിലപാടെന്താണ്? CPM-ന്റെ നിലപാട്, മാതാപിതാക്കളുമായോട് നിങ്ങളുടെ നിലപാടെന്താണ്? അയ്യപ്പ ഭക്തരോട് നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തിനാണ് ഈ കാവടി കാണിക്കുന്നത്? ഞങ്ങൾ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധി വന്നപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മൗനമായി. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു തുടക്കത്തിൽ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ശബരിമലയിലേക്ക് ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്ന് വാദം ഉന്നയിച്ചവരായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്ന് അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്ത സമയത്ത് ആദ്യമായി ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് എന്നാണ്. നമ്മൾ അയ്യപ്പ ഭക്തന്മാർ സമരം ചെയ്തപ്പോ നാട് നീളെ അവർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു. അന്ന് ഇവരെന്താ പറഞ്ഞത്? നാരങ്ങ ലീഗ് RSSകാർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞു അയ്യപ്പ ഭക്തരെ നിങ്ങൾ RSSകാരാക്കരുത്. ഈ നാട്ടിലെ അയ്യപ്പ ഭക്തരായിട്ടുള്ള യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളുണ്ട്. അവർ RSS അല്ല, അവർ BJP അല്ല. ഞങ്ങൾ കപടഭക്തന്മാരെ കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ, യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ അവർ RSSകാരല്ല, അവർ വിശ്വാസികളാണ്. അവർ സമരം ചെയ്താൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗ് അവർക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ നാട് നീളെ നമ്മളവരെ സ്വീകരിക്കാനുണ്ടായിരുന്നു. നമ്മളവർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് നമ്മളെ അയ്യപ്പ ലീഗ് എന്നല്ലേ ഇവർ കളിയാക്കിയത്? നമ്മളെ നാരങ്ങ ലീഗ് എന്ന് വിളിച്ചല്ലേ ഇവർ കളിയാക്കിയത്? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോ അയ്യപ്പ സംഗമം നടത്തുന്നു, മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ കാപ്പട്യം കാണിക്കുന്നത്? പാഷാണം വർക്കിയുടെ 7 സുന്ദരാത്രികൾ എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകത്തിലൊരു കഥാപാത്രം ഓരോ വീട്ടിൽ വരും. എന്നിട്ട് മുസ്ലിങ്ങളുടെ വീടാണെങ്കിൽ ഉടനെ കാബയുടെ ഫോട്ടോ, ക്രിസ്ത്യാനികളുടെ വീടാണെങ്കിൽ തോമസ് ലീഹായുടെ ഫോട്ടോ എടുത്ത് കാണിക്കും, ഹിന്ദുക്കളുടെ വീടാണെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കും. എന്തിനാണ്? പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനം നാട്ടുകാരെ കണ്ടുപിടിച്ചിട്ട് നന്നായി പെരുമാറിയിട്ടാണ് ആ കഥാപാത്രത്തെ ആ നാടകത്തിൽ പറഞ്ഞയക്കുന്നതെങ്കിൽ
ഇതുപോലെ വേഷം കെട്ടി വരുന്ന പിണറായി വിജയനെയും സംഘത്തെയും ഈ നാട് നല്ലവണ്ണം പെരുമാറി അവരെ പറഞ്ഞേക്കാനുള്ള ആർജവം ഈ നാടിനുണ്ട് എന്ന് കേരളം ഭരിക്കുന്നത് ഓർക്കുന്നത് നന്നാവും. വർഗീയവാദികളെയും വിദ്വേഷവാദികളെയും പുറംകാലം കൊണ്ട് ചവിട്ടി ഓടിച്ച പാരമ്പര്യമുള്ള മണ്ണാണ് ഈ കേരളമെന്ന് പിണറായി സംഘം മനസ്സിലാക്കിക്കോ. നിങ്ങളെ ഭരണം അത്രയേറെ വെറുക്കുമ്പോ ആ വെറുപ്പ് മാറ്റാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇത്തരം പോരാട്ടനാടകങ്ങൾ, കാപട്യം അല്ലെ, കപട നാടകങ്ങൾ, കപടഭക്തി, ഇതല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൂക്ക് കീഴ്പോട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞാൻ രണ്ട് കാര്യം പറയാം. കേരളം ഇന്ത്യക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ആരോഗ്യ വകുപ്പാണ്. ഞാൻ പറയണം, മരുന്നിന് പോലും മരുന്നില്ലാത്തൊരു നാടായി കേരളം മാറിയില്ല. നിങ്ങൾ ഈ നാട്ടിലെ റോഡ് 108 ആംബുലൻസ് കണ്ടിട്ടുണ്ടോ? 108 ആംബുലൻസ്. എത്ര ആംബുലൻസ് അതാണ് സർക്കാരിന്റെ കീഴിൽ? 317 ആംബുലൻസ്. ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനിയാണ്. 1 കിലോമീറ്റർ എത്രയാണ് അവർക്ക് കൊടുക്കുന്നത്? വാടക 400 രൂപ. 300 ഏതാണ്ട് 400 രൂപ 1 കിലോമീറ്ററിന് ഇത്രയും കാലം കൊടുത്തത്. 317 ആംബുലൻസ്, 108. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിൽ എത്ര ആംബുലൻസ് എന്ന് പറയുന്നത്? 400-ൽ പരം ആംബുലൻസ് ആണ്. ശിഹാബ് തങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച, ഹൈദർ ഇഷാഖ് തങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച, അഹമ്മദ് സാഹിബിന്റെ ഫോട്ടോയുള്ള, CH മുഹമ്മദ് സാഹിബിന്റെ ഫോട്ടോയുള്ള, പൂക്കോട് തങ്ങളുടെ ഫോട്ടോയുള്ള ആംബുലൻസുകൾ 400-ൽ പരം ഈ സംസ്ഥാനം തുടങ്ങിയ മൂടുകയാണ്. 1 കിലോമീറ്റർ നമ്മൾ എത്രയാ വാങ്ങുന്നത്? പണമുള്ളവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ 50 രൂപ, അല്ലെങ്കിൽ പകുതിക്ക്. തീരെ പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായി സൗജന്യം, പൂർണ്ണമായി സൗജന്യം. ഈ തിരുവനന്തപുരത്ത് ആംബുലൻസ് ഉണ്ട്. എന്നാൽ സർക്കാർ ഈ ഗുജറാത്തിലെ സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത എത്രയെന്നറിയോ? 300-ൽ പരം രൂപ. ഇതാണ് ആരോഗ്യ മേഖലയുടെ അവസ്ഥ. സകലയിടത്തും അഴിമതി മാത്രം. കോവിഡിന് പറമ്പിൽ PP കിറ്റിൽ പോലും അഴിമതി നടത്താൻ ഒരു മടിയും കാണിക്കാത്ത ഒരു സർക്കാരല്ലേ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരികിട്ടുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പോ നമ്മൾ കേരളം ഭരിച്ച സമയത്ത് എന്തെല്ലാം അനുഭവിക്കുന്നു. എത്ര കോളേജുകൾ, എത്ര കോഴ്സുകൾ, എത്ര സർവകലാശാലകൾ. കഴിഞ്ഞ ദിവസം പുൽക്കോടിൽ തിരൂര് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ കോളേജൊന്നും ചോദിച്ചില്ല, തിരൂരിലേക്ക് 2 അംഗനവാടിയാണ് ചോദിച്ചത്, കിട്ടിയ 2 ബാറാണ്. 2 അംഗനവാടി ചോദിച്ചപ്പോ 2 ബാർ. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അടച്ചു കൂട്ടുന്നത് ബാറുകളല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണ് എന്ന് നാടുകളുടെ പോസ്റ്റർ ഒട്ടിച്ചവർ ഇപ്പോ സംസ്ഥാനത്തുടനീളം ബാറുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നിന്ന് അധികാരം വിട്ടൊഴിയുമ്പോ എത്ര ബാറാ ഉണ്ടായിരുന്നത്? ആകെ 21. ഇപ്പൊ എത്ര ബാറാ? 917 ബാറാണ്. ഈ മലപ്പുറം ജില്ലയിൽ മാത്രം 50 ബാറുണ്ട്. നമ്മൾ അധികാരം വിട്ടൊഴിയുമ്പോൾ ഒറ്റ ബാറുണ്ടായിരുന്നത്. എന്നിട്ട് ഇവരാണ് ലഹരിക്കെതിരെ പ്രസംഗിക്കുന്നത്. ആര് വോട്ട് ചെയ്യും ഈ ഗവൺമെന്റിന്? ഈ നാട്ടിലെ സ്ത്രീകൾ വോട്ട് ചെയ്യോ? ഈ നാട്ടിലെ ഉമ്മമാര് വോട്ട് ചെയ്യോ? ഈ നാട്ടിലെ അമ്മമാര് വോട്ട് ചെയ്യോ? ഈ നാട്ടിലെ മാതാപിതാക്കൾ വോട്ട് ചെയ്യോ? കുട്ടികളെ മുഴുവൻ ലഹരിക്ക് അടിമയാക്കുന്ന ഒരു സർക്കാരല്ലേ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗതികെട്ട സർക്കാരാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഇതുപോലെ അയ്യപ്പ സംഗമം, ഒരു ഭാഗത്ത് മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കൽ, ഒരു ഭാഗത്ത് ഈ പറയുന്ന വിദ്വേഷം പ്രസംഗിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ കൂടെ ഇരുത്തൽ, യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കൽ, വേറൊരു ഭാഗത്ത് UDF നേതാക്കന്മാർക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കൽ. UDF നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസുകൾ, കള്ളക്കഥകൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ. ഈ ആക്ഷേപങ്ങളൊക്കെ പറയുമ്പോ മാധ്യമങ്ങൾക്ക് ഒരു നിലപാട്. ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ ആരോപണം വരുമ്പോ CPM-ന്റെ ഒരു MLA-ക്കെതിരെ, എറണാകുളത്ത് ഒരു വനിതാ നേതാവിനെതിരെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന് CPM-കാരാണ്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ആരോപണം വന്നപ്പോ എന്താ CPM-ന്റെ നിലപാട്? ഉടനെ ഇവരുടെ ഒരു ക്ലാസ്സാണ്. നിങ്ങൾ നെഹ്റുവിന്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇന്ദിരക്കാഴ്ച, മകൾക്കാഴ്ച കത്ത് എന്നിട്ട് ആ കത്ത് വായിക്കുക. ഹെമിംഗ്വേയുടെ ഒരു നോവലിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നെഹ്റു സംസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്ര ലൈംഗികതയും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ലൈംഗികതയൊന്നും നടുറോട്ടിലല്ല ചർച്ച ചെയ്യേണ്ടത്. എന്തെല്ലാം ക്ലാസ്സാണ്. ഷാഫി പറമ്പിലിനെതിരെ ആക്ഷേപം. ആ ഷാഫി പറമ്പിലിനെതിരെ ആക്ഷേപം പറഞ്ഞപ്പോ ഉടനെ ചില മാധ്യമങ്ങൾ ഷാഫിക്കെതിരെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ അങ്ങനെ പറയില്ല. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരാൻ പോവാണ്. ഇതാണ് മാധ്യമങ്ങളിൽ ചിലരുടെ നിലപാട്. അത്തരം ചില മാധ്യമങ്ങളുടെ ഉള്ളുകളികളുടെയൊക്കെ സൂചനകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ശബ്ദ സന്ദേശമടക്കം കേൾക്കുകയും ചെയ്തതാണ്. ദേശീയ തലത്തിൽ മാധ്യമങ്ങളെ എങ്ങനെയാണോ നരേന്ദ്രമോദി കൂട്ടരും വിലക്ക് വാങ്ങിയത്, അതുപോലെ കേരളത്തിലെ ചില മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയ കൂട്ടരുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ അവരുടെ സർക്കാരിന്റെ ശമ്പളം
എന്നാൽ പണി പാർട്ടിക്ക് വേണ്ടി AKT സെന്ററിൽ നിന്നും ചില ചാനൽ മുതലാളിമാരുടെ ഓഫീസിൽ നിന്നും പാർട്ടിക്ക് വേണ്ടി എടുക്കുക. ഞാനൊരു കാര്യം പറയാം, ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയിലല്ല നമ്മൾ പാലക്കാട് ജയിച്ചത്. ഒരു മാധ്യമത്തിന്റെയും പിന്തുണയിലല്ല നമ്മൾ നിലമ്പൂർ ജയിച്ചത്. മാധ്യമങ്ങൾ പിന്തുണച്ചാലും ശരി, മാധ്യമങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ശരി, ശരിയുടെ പക്ഷത്ത് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുമെന്ന് മാത്രമല്ല, 2026 കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അവിടെ മാത്രമല്ല, ഈ തലക്കാട് പഞ്ചായത്ത് നൂറ്റാണ്ടുകാലായി CPM ഭരിക്കുന്നത്. നിങ്ങൾ ഉറപ്പിച്ചോ, അടുത്ത തവണ ഈ പഞ്ചായത്തും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും. അതിന്റെ സൂചനയാണ് ഈ കാണുന്ന ആൾക്കൂട്ടം. അപ്പൊ UDF നേതാക്കന്മാരുടെ കള്ളപ്രചരണം പറയും ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് ഒരാളെ ഇറക്കിയിട്ടുണ്ട്. ആ പേരൊന്നും ഞാൻ പറയുന്നില്ല. CK ബഷീർ സാഹിബ് നിയമസഭയിൽ നല്ലൊരു പേര് മൂപ്പർക്ക് പറ്റിയ പറഞ്ഞിട്ടുണ്ട്. ബിനു വേറൊരു പേരും വിളിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റില്. അദ്ദേഹം ലീഗിന്, കാരണം UDF പ്രധാനപ്പെട്ട ഒരു കക്ഷി, രണ്ടാമത്തെ കക്ഷി ആരാണ്? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ പിന്നാലെ ഡൽഹിയിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് വാടക കെട്ടിടത്തിലാണോ പ്രവർത്തിക്കുന്നത്? സ്വന്തമായി സ്ഥലം വാങ്ങണ്ടേ? അവിടെയല്ലേ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടത്? ബിൽഡിംഗ് വിലക്ക് വാങ്ങിയാൽ അതിൽ ഡോക്യുമെന്റ്സ് ചെയ്തിട്ടുണ്ടോ? അതിൽ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നത് എന്തൊക്കെയായിരുന്നു? അവസാനം മനോഹരമായ ഓഫീസ്, രാജ്യ തലസ്ഥാനത്ത് പെരിയാഗഞ്ചിൽ, കേരളത്തിലെ മറ്റു പാർട്ടികൾക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഓഫീസ് പാണക്കാട്ടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് ഖാദർ മൊയ്തീൻ സാഹിബ് അവിടെ ഉദ്ഘാടനം ചെയ്തപ്പോ ഇയാൾ വന്നിട്ട് പറയാ, ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഓഫീസ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ ഒരു ഉളുപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് അരിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ അരിക്കോട്ടെ സഫറുല്ലാ സാഹിബിനെ കണ്ടു. അപ്പൊ സഫറുല്ലാ സാഹിബ് പറയാണ്, ഈ മലപ്പുറത്ത് ഒരു കുഞ്ഞായി ഉണ്ടായിരുന്നു. കുഞ്ഞായിനും മാനസികമായിട്ട് ചെറിയ കുഴപ്പമുള്ള ഒരാളാണ്. അയാൾ ഈ MSB ഗ്രൗണ്ടിന് മുമ്പിൽ നിൽക്കും. ഇതിന്റെ ഇടയ്ക്ക് ഡബോട്ടൻ പോലും. അപ്പൊ പട്ടാളം തിരിയുമ്പോൾ ഇവൻ പറഞ്ഞിട്ടാണ് പട്ടാളം തിരിയുന്നതെന്നാണ് ഇവൻ വിചാരിക്കുന്നത്. ഇവൻ പട്ടാളം തിരിയുന്നത് നോക്കിയിട്ട് ഒറ്റ പട്ടാളം ഡബോട്ടൻ. അപ്പൊ അതിനനുസരിച്ച് പട്ടാളം തിരിയും ചെയ്യും. കാരണം പട്ടാളത്തിന് അതിനുള്ളിൽ വേറെ കമാൻഡ് ഉണ്ട്. ഇതിൽ ഈ കുഞ്ഞായി അല്പത്ത് വന്ന് പറയത്തില്ല, ഞാൻ പറഞ്ഞിട്ട് അവിടെ പട്ടാളം തിരിഞ്ഞു. ഈ കുഞ്ഞായിന്റെ സ്വഭാവമായിട്ടല്ലേ ഈ പറയുന്ന മാന്യദേഹം ഞാൻ പറഞ്ഞിട്ടാണ് ഡൽഹി ഓഫീസ് ഉണ്ടാക്കിയത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കരൂര് ദുരന്തമുണ്ടായ ദിവസം അവിടെ മരണപ്പെട്ടവർക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ യോഗം ആദരാഞ്ജലികൾ നേരുകയാണ്. 39 ആളുകൾ മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ട്. 40 ആളുകൾ മരിച്ചു. ഈ മരണപ്പെട്ടവർ രണ്ട് കാര്യം നമ്മൾ കണ്ടു. ഒന്ന്, കോൺഗ്രസിന്റെ കരൂരിൽ ഈ ജ്യോതിമണി വിമാനത്താവളത്തിലേക്ക് ഓട്ടം വിമാനം പിടിച്ചിട്ട് കരൂരെത്താൻ വേണ്ടിയിട്ട് കൂടാതെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേതാവാണ്. ഒരു നേതാവ് അങ്ങനെ ചെയ്യാം. വേറെ നാളെ ഈ സമ്മേളനം സംഘടിപ്പിച്ച് ഈ 39 പേർ മരിക്കാൻ കാരണമായ നടൻ വിജയ് ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ നേരെ ഓടിയിട്ട് ചെന്നൈയിലെ വീട്ടിൽ പോയിട്ട് സുഖായിട്ട് AC കിടന്നു വന്നു. ആ പാവപ്പെട്ട ഒരു അമ്മ, ഒരു സ്ത്രീ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ ചെവിയിൽ കുളിച്ച് കിടക്കുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് AC പോയി കിടക്കാൻ കഴിയാൻ? കേരളത്തിൽ ഇതുപോലെ ഒരു ഉദാഹരണമാണ്. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആ നിമിഷം ആദ്യമായി അവിടെ ഓടിയെത്തിയ രാഷ്ട്രീയ നേതാവിന്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്. ഒരു കൊല്ലായിട്ട് അവിടേക്ക് ആ ചുരം കയറാതെ വയനാട്ടിലെ പാവങ്ങൾക്ക് ലീഗ് ഉണ്ടാക്കി കൊടുത്ത വീട് മുടക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചുരം കയറിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ. തവനൂരുകാർക്ക് അപമാനമായി മാറിയ, കേരള രാഷ്ട്രീയത്തിന് അപമാനമായി മാറിയ ആ മനുഷ്യന്റെ പേര് ഒറ്റത്തവണ ഞാൻ പറയാം. ആ മനുഷ്യന്റെ പേര് ശ്രീ KT ജലീൽ എന്നാണ്. ഈ നാടിന് നാണക്കേടാണ്. ഞങ്ങൾ അവിടേക്ക് പോകുന്നതാണ് രക്ഷാപ്രവർത്തനം നടത്താൻ. ഈ മനുഷ്യൻ അവിടേക്ക് ആദ്യമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീട് മറക്കാൻ എന്ന് പറയാണ്. പള്ളി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞു, മദ്രസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞു. എന്നിട്ടാണ് അവിടെ ഇവരൊക്കെ വീട് വെക്കാൻ വേണ്ടി ഇവർ ആ ലീഗിന്റെ പദ്ധതി ചേരാൻ വേണ്ടി തയ്യാറായത്. മറുപടി പറഞ്ഞത് പള്ളി പോകുന്നവരല്ല, മറുപടി പറഞ്ഞത് മദ്രസയിൽ പോകുന്നവരല്ല, മുസ്ലിങ്ങളല്ല, മറ്റു മതക്കാർ. അവർ പറഞ്ഞു അവിടെ ദുരന്തമുണ്ടായ നിമിഷങ്ങളിൽ ഞങ്ങൾ ആദ്യമായി ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്തല്ലാതെ അത് ചായ്പാണെങ്കിൽ ആ ചായ്പിൽ കിടക്കാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ പള്ളി നമ്മളൊന്നും കണ്ടിട്ടല്ല. എന്നിട്ട് തോട്ടഭൂമിയാണ് നടക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തോട്ടഭൂമിയുടെ പ്രശ്നമൊന്നുമില്ല.
ഇപ്പൊ വേറെ ഒരു നോട്ടീസ് വന്നു പറഞ്ഞു, അതിൽ തോട്ടഭൂമിയുടെ കണക്ക് പറഞ്ഞോ, വില കുറഞ്ഞ ഭൂമി എന്ന നാട്ടിൽ അക്ഷരമുണ്ടോ, ഷോപ്പ് മെമ്മോ ഒന്നും പണി നടക്കാൻ പോകില്ല എന്ന് വാർത്ത കൊടുത്തവരില്ലേ? ഒരു ദിവസം പോലും പണി മുടങ്ങാതെ ദ്രുതഗതിയിൽ മുസ്ലിം ലീഗിന്റെ വീടുകളുടെ നിർമ്മാണം അവിടെ നമ്മളെടുത്ത സ്ഥലത്ത് നടക്കണം. ഇൻഷാ അല്ലാഹ് ഒരു 6 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഒരു പാർട്ടിക്കും ഇന്ത്യയിലെ ഒരു NGOക്കും അവകാശപ്പെടാൻ കഴിയാത്ത മാതൃകാപരമായ ഒരു പ്രൊജക്ട് ആയിരിക്കും പാലക്കാട് സൈഡ് സാധിക്കുന്ന ശാസ്ത്രങ്ങൾ ആ ദുരന്തവർക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഈ ഭൂമിയെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോഴാണ് നമ്മൾ വേറൊരു ഭൂമിയുടെ പിന്നാലെ പോയത്. വ്യവസായികളറിയാം, റിയാസിനറിയാം, അസീമിനറിയാം, ഇപ്പോഴുള്ള നേതാക്കന്മാർക്കൊക്കെ അറിയാം. ഈ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 17,65 ലക്ഷം രൂപയുടെ അഴിമതിയാണ്. ഇന്നലെ ബില്ലീസ് ഗഫൂർ അല്ലേ അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്കെതിരെ കുറെ അക്ഷരം, എനിക്കെതിരെ കുറെ കേസുണ്ട്, അതൊന്നും രാഷ്ട്രീയ കേസല്ലാന്ന്. മോനെ പന്നിക്കണ്ടത്തിൽ ഗഫൂറെ, രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലാതെ ഈ PK ഫിറോസിനെതിരെ ഒരു കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അന്ന് ഏർപ്പാട് നിർത്തും ഞങ്ങൾ. നിങ്ങളുടെ പിണറായി വിജയൻ കൊടുത്ത കേസല്ലാതെ, നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസല്ലാതെ ഏതെങ്കിലും ഒരു കേസ് എന്റെ പേരിൽ ഏത് സ്ഥലം തട്ടിയ കേസുണ്ട് ഇങ്ങനെ ഖുർആനൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇവർക്ക് പച്ച കള്ളം പറയാൻ ഇവര് പിറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തറവാടൊക്കെ വിൽക്കാൻ തീരുമാനിച്ചത്, വേറെ ആൾക്കാരെ പേരിലേക്ക് സ്ഥലം മാറ്റാനൊക്കെ തീരുമാനിച്ചത്. നിങ്ങളുടെ തറവാട് വിറ്റാലും ശരി, ആ തറവാടിന്റെ അടിവേരടക്കം മാന്തിയിട്ട് ആ 17 കോടി ഞങ്ങൾ തിരിച്ചു പിടിക്കും. നിങ്ങൾ പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ തറവാട് മാറ്റും അല്ലെ. റിലീസ് എന്നൊക്കെ പേരിട്ടത് പന്നിക്കണ്ടത്തിൽ നിന്ന് വിളിക്കുന്നതിലുള്ള നാണക്കേട് ഒത്തിട്ടാണ്. പന്നിക്കണ്ടത്തിൽ ഗഫൂറെ, പന്നിക്കണ്ടത്തിൽ ജംഷീദ്, പന്നിക്കണ്ടത്തിൽ വേറെ ആരെങ്കിലും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ ഭൂമി എന്നിട്ട് പറയാൻ ഞാൻ 2010 വാങ്ങിയ ഭൂമിയാണ്. 2010 വാങ്ങിയ ഭൂമി അവിടെ വേറെ ഉണ്ട്. ഇത് വാങ്ങിയ ഭൂമിയുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. 2016 ഞങ്ങൾ ചോദിച്ച വിവരാവകാശ പ്രകാരം ഈ ഭൂമിയിലെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ അതിൽ പന്നിക്കണ്ടത്തിൽ ഗഫൂറിന്റെ പേരില്ല, അതിൽ പന്നിക്കണ്ടത്തിൽ ജംഷീദിന്റെ പേരില്ല, അതിൽ വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ പേരില്ല, അതിൽ നമ്പൂതിരിമാരുടെ പാവപ്പെട്ട നമ്പൂതിരിമാരുടെ പേരാ, മൊയ്തീൻ കുട്ടിയാലിയുടെ പേരാ, ഒരു പാവപ്പെട്ട ഉമ്മയുടെ പേരാ. നിങ്ങളെ ഭൂമി കച്ചവടമാക്കിയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് സർക്കാരുമായി 1,60,000 ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ കച്ചവടം നടത്തിയിട്ട് 17,65 ലക്ഷം സർക്കാരിന് ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊതുയോഗം നടത്തിയാലും മതിയാവില്ല, നിങ്ങൾ 1000 പൊതുയോഗം നടത്തിയാലും മതിയാവില്ല. പരമാവധി പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് കേവലം 6 മാസമാണ്. 6 മാസം കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണം താഴെയിറങ്ങി അവിടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. പിന്നെ ഈ പറഞ്ഞ ആളുണ്ട് ഒപ്പിട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നറിയോ? ഞങ്ങളുടെ കാലത്തല്ല, UDFന്റെ കാലത്താണ്. അതൊക്കെ പച്ച കള്ളമാണ്. തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുമ്പാകെ കൊടുത്തില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ KT ജലീൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷ തോമസ് അവർ പറഞ്ഞ വാക്ക് കേൾക്കാതെ, കേരള ഹൈക്കോടതി പറഞ്ഞ വാക്ക് കേൾക്കാതെ ഈ പറയുന്ന സ്വതന്ത്ര മുതലാളിമാർക്ക് വെള്ളവേഷം ധരിച്ച പൂർവ സംഘത്തിന് പണം വാങ്ങിക്കൊടുക്കാൻ, സർക്കാരിന്റെ കയ്യിൽ പണം വാങ്ങിക്കൊടുക്കാൻ. എന്നിട്ട് ഈ ചങ്ങാതി ചോദിക്കാട്ടോ, തിരൂർ ബസ് സ്റ്റാൻഡിൽ ചോദിക്കാട്ടോ ഏതൊരു കടക്കാരനോട്, അല്ല ഞാൻ നിങ്ങളെ കടയിൽ എത്ര സർബത്ത് കുടിച്ചിട്ടുണ്ട്, ഇതുവരെ പൈസ തരാമെന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഇതെന്താ അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ? സർബത്തിന്റെ പൈസ കൊടുക്കുന്നവരൊക്കെ മാന്യന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, വീരപ്പൻ ഇന്ന് വരെ ഏതെങ്കിലും കടയിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വീരപ്പൻ കാട്ടുകൊള്ളക്കാരനല്ലേ? കോടാലി ശ്രീധരൻ കേരളത്തിലെ വലിയ കവർച്ചക്കാരനാണ്. ഏതെങ്കിലും ചായക്കടയിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മോനെ KT ജലീലെ, നിന്റെ മന്ത്രിസ്ഥാനം ഞങ്ങൾ ഇപ്പൊ തെറിപ്പിച്ചിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ നീ പറഞ്ഞില്ലേ തവനൂർ ജയിലിൽ ഞാൻ പോകില്ലെന്ന്, ഞാൻ വേറെ ആരൊക്കെ കാണാനാ പോവാന്നല്ലേ? 6 മാസം കഴിഞ്ഞാൽ ആരെ കാണാനാണ് പോവാ, ആരാണ് നിന്നെ കാണാൻ വരിക എന്നുള്ളത് ഈ മലയാളി കാണികൾ തന്നെ ഒരാളും വരില്ല. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം ഉന്നയിച്ചാലും ശരി, നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാലും ശരി, നിങ്ങൾ എവിടെയൊക്കെ കേസ് കൊടുത്താലും ശരി. എവിടെയൊക്കെ കേസ് കൊടുത്തു? വിജിലൻസില്, ED-യില്, CBI-യില്, NIA-യില്, നിങ്ങൾ വേണമെങ്കിൽ ഇന്റർപോളിനും കൊടുത്തോ. പക്ഷേ ഒരു മുസ്ലിം ലീഗുകാരന്റെ ഒരു ദേഹത്ത് ഒരു പൊടിമണ്ണിടാൻ ഒരൊറ്റ ഇടതുപക്ഷക്കാരനും ഈ അല്പന്മാർക്കും സാധ്യമല്ല എന്ന് അവരെ മാന്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്.
ഈ പ്രൗഢമായ സമ്മേളനത്തിൽ മുഖ്യ ഭാഷണം നടത്തി ഫിറോസ് സാഹിബ് പോകുന്നത്. കണ്ടതെല്ലാം മറന്നേക്കൂ. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം. സ്വർണ്ണ ശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ, മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ, ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി. കപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, റിംഗ് റോഡ്, തിരൂർ. യുവർ പാഷൻ, യുവർ പ്രൈഡ്.